രസമുകുളങ്ങളുമായി ഇന്നും നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടുള്ള ഏറ്റവും പ്രശസ്തമായ മുരളി ഹോട്ടലിലാണ്. ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്തു തരുന്നത് ഇവിടുത്തെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ ഏകദേശം 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അസീസിക്കയാണ്. അപ്പോൾ അസീസിക്ക എനിക്ക് വേണ്ടിയും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയും എന്ത് വിഭവമാണ് പ്രിപ്പയർ ചെയ്യാൻ പോണേന്ന് നോക്കാം. എല്ലാ കൊച്ചുകൂട്ടുകാരും റെഡിയല്ലേ? നമ്മൾ രസമുകളുമായിട്ട് ഇപ്രാവശ്യം ഈ ആഴ്ചയും എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടുള്ള മുരളിച്ചേട്ടന്റെ സ്വന്തം മുരളി ഹോട്ടലിലാണ്. ഇത്തവണ നമുക്ക് ഒരു കിടിലൻ വിഭവമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. താറാവിന്റെ ഒരു ഐറ്റം ആണ്. അത് ഉണ്ടാക്കി തരുന്ന മറ്റാരുമല്ല, ഈ ഹോട്ടലിൽ ഏകദേശം തുടക്കം തൊട്ടേ ഒരു 40 കൊല്ലത്തോളം ഇവിടുത്തെ മെയിൻ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന അസീസിക്കയാണ്. അപ്പൊ നമുക്ക് അസീസിക്കയെ പതുക്കെ ഒന്ന് സ്വാഗതം ചെയ്യാം. അപ്പൊ നമ്മുടെ സ്വന്തം അസീസിക്ക എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അസീസിക്കയുടെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം ഇവിടുത്തെ ഫുഡാണോ? അതെ, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ അസീസിക്ക. 40 വർഷമായില്ലേ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് മുരളി ഹോട്ടലിന്റെ? കുഴപ്പമില്ല, നല്ല. ഇവിടെ അസീസിക്കനെ തേടി ഒരുപാട് കസ്റ്റമേഴ്സ് വരാറുണ്ടെന്ന് കേട്ടു. അതെ, ഓക്കെ. അപ്പൊ നമ്മുടെ കൊച്ചു വീട്ടുകാരെ കൂടെ കാത്തിരിക്കുകയാണ്. എന്താണ് നമ്മൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി ഉണ്ടാക്കാൻ പോകുന്ന ഒരു താറാവ് കുറുമയാണ്. താറാവ് കുറുമ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് കുറുമയാണ്. ഡൊണാൾഡ് ഡക്കിന് ഇഷ്ടമുള്ളവരൊക്കെ നോക്കിക്കോ, ഡക്കിന്റെ താറാവിന്റെ ഒരു കുറുമ ഐറ്റം ആണ് വരാൻ പോകുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ ആണല്ലേ? ഇവിടുത്തെ അപ്പവും താറാവും ഇവിടുത്തെ സ്പെഷ്യലാണ്. ഇവിടുത്തെ സ്പെഷ്യലാ. അത് കഴിക്കാൻ വേണ്ടി പലരും ഇവിടേക്ക് വരാറുണ്ട്, തേടി വരാറുണ്ട്. മുരളി ഹോട്ടലിൽ തിരക്കി ഇവിടെ വരാറുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഡിഷാണ് താറാവ് കുറുമയും അപ്പവും. അപ്പൊ അതിലത്തെ താറാവ് കുറുമയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. താറാവ് നമ്മളിത് പിന്നെ നാടൻ താറാവാണ്. ഇത് നമ്മളല്ല പിന്നെ കുക്കറൊന്നും ഉപയോഗിക്കുന്നില്ല. അല്ലാതെ വേവിക്കുകയാണെങ്കിൽ നമ്മൾ താറാവ് വെച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ട് അടച്ച് ഭംഗിയായിട്ട് ഒരു 25 മിനിറ്റ് വേവിക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് 25 മിനിറ്റോളം. അതിനുശേഷം നമ്മൾ താറാവ് എണ്ണ ഒഴിക്കാൻ പോവാണ്. ഓക്കെ. അപ്പൊ ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം? ഇതിനകത്ത് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരപ്പൊടി, ഗരം മസാല, തക്കാളി. ഇത് അധികം എരിവുള്ള ഒരു ഡിഷ് അല്ല, സ്പൈസി അല്ല. അപ്പൊ കൂട്ടുകാർക്കൊക്കെ കഴിക്കാൻ സ്പൈസി അല്ലാത്ത ഒരു ഡിഷാണിത്. മുളക് പൊടി ഉപയോഗിക്കണമില്ല. മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. കൊച്ചു കുട്ടികൾക്കും കഴിക്കാം. കൊച്ചു കുട്ടികൾക്കും കഴിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് നോട്ട് ചെയ്തെടുത്ത് നമ്മളാണല്ലോ അപ്പവും താറാവുമായിട്ട് നല്ല സിങ്ക് ആയി പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്കൊക്കെ വീട്ടിലുണ്ടാക്കാവുന്ന എരിവ് അധികം ഇല്ലാത്ത വളരെ നല്ലൊരു ഡിഷ് ആയിരിക്കും. അപ്പൊ നമുക്ക് പതുക്കെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പൊ അസീസിക്ക തുടങ്ങാൻ പോവാണ്. അസീസിക്കയുടെ കലവിരുതിലുള്ള പ്രിപ്പറേഷൻ. എണ്ണ എന്തോരം ഒഴിക്കണം ഇതിലേക്ക്? എണ്ണ ഇതിലേക്കൊരു 3 തവി. 3 സ്പൂൺ അല്ലേ? 3 വലിയ സ്പൂൺ എണ്ണയാണ് നമ്മൾ ആദ്യമായിട്ട് ഒഴിച്ചിരിക്കുന്നത്. ഓക്കെ. എത്ര നേരം എടുക്കും ഇത് ചൂടാവാനായിട്ട്? ഏകദേശം ചൂടാകാൻ ഒരു 2 മിനിറ്റ് എടുക്കും. 2 മിനിറ്റ് സമയം വേണ്ടു. എണ്ണ ചൂടായ ഉടനെ നമ്മൾ അതിലേക്ക് ഗ്രേവിക്ക് വേണ്ട സംഭവങ്ങൾ ആഡ് ചെയ്യും. ഇത് ശരിക്കും എങ്ങനെയായിരിക്കും ഇതിരിക്കുക? കുറെ ഗ്രേവി ആയിരിക്കും അതോ തിക്ക് ഗ്രേവി ആയിരിക്കും? കുറച്ച് ചാറ്. നമ്മുടെ മുരളി ഹോട്ടൽ തുടങ്ങിയ ആ ടൈം തൊട്ടേ ഉള്ള ഒരു വിഭവമാണോ ഇത്? താറാവ് കുറുമ വെക്കും, താറാവ് നമ്മൾ സ്റ്റൂ വെക്കും, താറാവ് റോസ്റ്റ്, മുളകിന്റെ താറാവ്, അങ്ങനെ പ്രിപ്പറേഷൻ പല സൈസിലും ചെയ്യാം. കുറുമ അത് ഏറ്റവും ഫേമസ് ആണ് ഈ താറാവ് കുറുമ. ചൂടായി ഇടാറായി. അപ്പൊ നമ്മൾ വെളുത്തുള്ളിയാണല്ലേ ആദ്യമായിട്ട്? ഓക്കെ. എത്ര? 3 സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി നമ്മൾ 3 സ്പൂൺ ആദ്യം ആഡ് ചെയ്തു. ഇഞ്ചി. ഓക്കെ. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാത്തിലൊരു മെയിൻ സംഭവമാണ്. 2 സ്പൂൺ. ഇഞ്ചിയും അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും 2 സ്പൂൺ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അതൊരു സ്വല്പം കറിവേപ്പില ഇടാം. ഓക്കെ. ചെറുതായിട്ട് കരിവേപ്പില കൂടി നമ്മൾ അതിലേക്ക് ചേർത്തിരിക്കുകയാണ്. അത് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. ഇത് എത്ര നേരം എടുക്കും നമുക്ക് ഉണ്ടാക്കാനായിട്ട്? ഇതിപ്പോ 10 മിനിറ്റ്. താറാവ് വേവിക്കലാണല്ലോ ഏറ്റവും മെയിൻ. വേവിക്കുന്നതാണ് താമസം. അത് നാടൻ താറാവ് ആയതുകൊണ്ട് സമയം എടുക്കും. 20 മിനിറ്റ് 25 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സവാള ഇടാം. ഓക്കെ. ഇതിപ്പോ എത്ര സവാള നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതില്? ഇതൊരു 3 സവാള. 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. വഴറ്റി കൊടുക്കണം അല്ലേ? വരട്ടി കൊടുക്കും. നമ്മൾ കുറച്ച് പച്ചമുളക്. ഓക്കെ.
ചോപ്പ് ചെയ്ത പച്ചമുളക് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ് ഇതിലേക്ക്. ഇത് എത്ര പച്ചമുളക് നമ്മൾ ആഡ് ചെയ്യും? ഒരു 5 മുളക്. 5 മുളക്. ഇത് എരിവ് നന്നായിട്ട് ഉണ്ടാവും നമ്മൾ പെപ്പർ നമ്മൾ കുരുമുളക് പൊടി. അപ്പൊ ചെറിയ എരിവുള്ള ഡിഷ് ആയിരിക്കും. ചെറിയൊരു എരിവ് ഉണ്ടായിരിക്കും. ഓവറായിട്ട് വരത്തില്ല, ചെറിയ എരിവ് ഉണ്ടാവുള്ളൂ. അപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇഞ്ചി ആഡ് ചെയ്തു, പച്ചമുളക് ആഡ് ചെയ്തു, പിന്നെ സവോള ആഡ് ചെയ്തു. ഇതിങ്ങനെ എത്ര നേരം നമ്മൾ ചെയ്യണം? ഒരു 5 മിനിറ്റ്. സവാളയൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയമല്ലേ? അതെ. ലേശം മഞ്ഞപ്പൊടി. ഓക്കെ, നമ്മൾ സ്വല്പം മഞ്ഞപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കാനായിട്ട് വല്ല പ്രത്യേക കാരണമുണ്ടോ? ഇല്ല, മുളക് പൊടി ഉപയോഗിക്കുന്നത് ഇങ്ങനെ താറാവ് വെക്കുമ്പോൾ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നത്. വേറെ താറാവ് റോസ്റ്റ് ഉണ്ട്. താറാവ് കുറുമയിൽ മുളക് പൊടി വേണ്ട. ഈ സംഭവം നമുക്ക് താറാവിന് പകരം ചിക്കനിലും ചെയ്യാൻ പറ്റില്ലേ? ചിക്കൻ കുറുമയുണ്ട് അല്ലേ? അതും നമുക്ക് ഇവിടെ കിട്ടും. അത് മാത്രമല്ല, ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവര് അജിനാമോട്ടോ ഇല്ല, വേറെ കളേഴ്സ് അങ്ങനെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അത് മാത്രമല്ല, അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരാൻ ഒരു വലിയ ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട്. പല ഹോട്ടലുകളിലും നമ്മൾ കാണാത്ത ഒന്നാണത്. പിന്നെ വേറൊരു എടുത്തു പറയേണ്ട പ്രത്യേകത, ഇവിടെ ഭക്ഷണങ്ങളെല്ലാം സെർവ് ചെയ്യുന്നത് വാഴയിലയിലാണ്. അതിന്റെ ഒരു സ്വാദ് വേറെ. ഇനി എന്തായിരിക്കും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരാം? മല്ലിപ്പൊടി. സമയമായോ? 2 സ്പൂൺ മല്ലിപ്പൊടി. 2 സ്പൂൺ മല്ലിപ്പൊടി. ഇപ്പോൾ നമ്മളൊരു നുള്ള് മഞ്ഞൾപ്പൊടി ആദ്യം ആഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഉപയോഗിക്കുന്ന മസാലകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതല്ലേ? അത് കാരണം കുറച്ചുകൂടി രുചി അതിന് കൂടുതലായിരിക്കും. ഇനി നമ്മൾ തേങ്ങ അരച്ച പേസ്റ്റ്. ഓക്കെ, ഒരു 2 സ്പൂൺ. ഇത് എത്ര? ഒരു മുറി തേങ്ങയാണോ അതൊരു ഫുൾ തേങ്ങയാണോ? ഒരു മുറി തേങ്ങ. ഓക്കെ. അപ്പൊ തേങ്ങ അരച്ച അതിന്റെ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഒരു മുറി തേങ്ങയാണ് അതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു തക്കാളി. ഓക്കെ. അഫീസിക്ക് ഇനി ഇളക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. എന്റെ കൈ കരച്ചു തുടങ്ങി. ആ കൈപുണ്യത്തിന്റെ കല വിരുദ്ധന്നെ വരുന്നുണ്ട് ഇവിടെ. ഇതിപ്പോ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും. നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യോ? വെള്ളം വരും. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിരിക്കുകയാണ് കുറുമയുടെ ആ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടി. സ്വല്പം ഉപ്പ്. അപ്പൊ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം വെളുത്തുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക്. ആദ്യം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സംഭവങ്ങൾ ആദ്യം ഇട്ടു. ചെറുതായിട്ട് എണ്ണയിലൊന്ന് ചൂടാക്കി എടുത്തു. അതിലേക്ക് നമ്മൾ സവോള ആഡ് ചെയ്തു അല്ലേ? അതിനുശേഷം സവോള ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ തേങ്ങ പേസ്റ്റ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് അതിലേക്ക് തക്കാളി നമ്മൾ ആഡ് ചെയ്തു. ഇടുന്ന കർമ്മമാണ് നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡക്കിന്റെ ഓരോ പീസുകളാണ് ഇതിലേക്ക് പോകുന്നത്. ഇത് ആദ്യമേ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു ഫ്രൈ ചെയ്യേണ്ട കാര്യമല്ല അല്ലേ? വേവിച്ചാൽ മാത്രം മതി അല്ലേ? അപ്പോൾ ഉപ്പും കുരുമുളകും വെച്ച് നമ്മൾ ആദ്യം ഒരു 25 മിനിറ്റോളം നമ്മൾ ഇതിനെ വേവിച്ചു. അതിനുശേഷമാണ് ഇതിലേക്ക് ഇടുന്നത്. കുരുമുളക് പൊടി. ഓക്കെ. 2 സ്പൂൺ. അത് എരിവ് എത്ര വേണം എന്നനുസരിച്ചിട്ടല്ലേ? നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, പകരം കുരുമുളക് പൊടിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. പെരുംജീരകപ്പൊടി 2 സ്പൂൺ. ഓക്കെ. ഇപ്പൊ തന്നെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഗരം മസാല അത് 1.5 സ്പൂൺ. അപ്പൊ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്തു, പെരുംജീരകം ആഡ് ചെയ്തു, ഗരം മസാലയും നമ്മൾ ആഡ് ചെയ്തു. അതാണ് ഈ ഗ്രേവി ഉണ്ടാക്കുന്നത് അല്ലേ? താറാവ് കുറുമ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാവുന്ന, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പൊ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അല്ലെ? ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ, ആർക്കും ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ താല്പര്യം ഉള്ള ആർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് സംഭവം? ഒന്നും പറഞ്ഞില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ.
അസീസിക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ സംശയം വേണ്ട, സംഭവം കിടിലനായിരിക്കുള്ളൂ. ലേശം വെളിച്ചെണ്ണ. ഓക്കെ. അപ്പോൾ അസീസിക്ക നമ്മുടെ താറാവ് കുറുമ ഓൾമോസ്റ്റ് ആയോ? അതിൽ നമ്മൾ വറുത്ത നാളികേരം ഇടുകയാണ്. വറുത്ത നാളികേരം കൂടി ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ ചെറിയ പീസസ് ആയിട്ട് വറുത്ത നാളികേരം ചെറുതായിട്ട് അതിന്റെ മുകളിലേക്ക് ആഡ് ചെയ്യും. ഒരു സ്വല്പം കരിയാപ്പിലയോടെ, പച്ച കരിയാപ്പില. ഇപ്പൊ തന്നെ കുറുമയുടെ ഒരു മണമൊക്കെ വരുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന്റെ കിഡിലിന്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അല്ലേ? അപ്പോൾ അതിന്റെ താറാവ് കുറുമ ആയി. അപ്പൊ അസീസിക്ക് നമുക്ക് വേണ്ടി കിഡിലൻ താറാവ് കുറുമയാണ് പ്രിപ്പയർ ചെയ്തത്. ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇനി അത് സെർവ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാവുന്നതാണ് താറാവിന്റെ വെറൈറ്റി ഡിഷസ്. എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ മുരളി ഹോട്ടലിൽ വന്നാൽ മതി. നമ്മുടെ അസീസിക്ക് ഇവിടെ ഉണ്ടാവും നിങ്ങളെ സഹായിക്കാൻ, ഇല്ലേ? ചെറിയ പിള്ളേര് പറഞ്ഞോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് പിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അപ്പൊ നമ്മുടെ അസീസിക്ക പ്രിപ്പയർ ചെയ്ത താറാവ് കുറുമ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. വളരെ രസമുള്ള നല്ല രുചിയുള്ള ഒരു ഡിഷ് ആയിരിക്കും ഇത് തീർച്ചയായിട്ടും. നല്ല ചൂടുണ്ട്, അത് കാരണം തന്നെ ഇത് ചൂട് ആറിയതിനു ശേഷമാണ് എനിക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. സംഭവം വെടിച്ചിലായിരിക്കും. അപ്പൊ ഇത് ഞാൻ എന്തായാലും അപ്പത്തിന്റെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് നമ്മൾ തേങ്ങാപ്പാലും ബാക്കി എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒക്കെ ആ ഫ്ലേവറും മണവും സൂപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് ചൂടാറിയിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം.